നമസ്കാരം, തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. RSS മുൻ ശബരിഗിരി വിഭാഗ് കാര്യവാഹും BJP മേഖലാ സംഘടനാ സെക്രട്ടറിയുമായ പത്മകുമാർ അന്തരിച്ചു. ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. പപ്പേട്ടനെ അനുസ്മരിക്കുമ്പോൾ ഓർമ്മകളിൽ ഒന്നല്ല, ഒരു 100 സംഭവങ്ങൾ ഓടി വരികയാണ്. ഞാൻ സംഘത്തിൻ്റെ ചുമതലയിൽ മണ്ഡലത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തം വരുന്ന സമയത്ത് അദ്ദേഹം വിഭാഗിൻ്റെ കാര്യവാഹമാണ്. ഒരു വിഭാഗ് കാര്യവാഹം എന്ന നിലയിൽ പത്തനംതിട്ട, ആലപ്പുഴ, ശബരിഗിരി, 3 ചെങ്ങന്നൂര്, 4 സംഘ ജില്ലകൾ ചേരുന്ന, അതായത് പത്തനംതിട്ട റവന്യൂ ജില്ലയും ആലപ്പുഴ റവന്യൂ ജില്ലയും മുഴുവൻ ചേരുന്ന ഇത്രയും വലിയ ഒരു വിഭാഗിൽ ഏത് മണ്ഡലത്തിലെയും സ്വയംസേവകർക്ക്, കാര്യകർത്താക്കൾക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു. നിരന്തരമായി സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി യാത്ര ചെയ്യുക, താഴെ തട്ടിലും സംഘ സ്വയംസേവകരുടെ ഹൃദയം കവരുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യകർത്താക്കൾക്കും സാധിക്കുന്നൊരു കാര്യമല്ല. പിന്നീട് അദ്ദേഹം BJPയുടെ ചുമതലയിലേക്ക് മാറിയ സമയത്തും ആ ഹൃദയബന്ധം അദ്ദേഹം എല്ലാവരുമായി സൂക്ഷിച്ചിരുന്നു. ഒരു കർക്കശക്കാരനായ കാര്യകർത്താവ് എന്നുള്ള നിലയിൽ ഒരു ഭയത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന അതേ സമയം തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിരുന്നു പപ്പേട്ടൻ. ഞാൻ വിദ്യാർത്ഥി വർഷത്തിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് നിശ്ചയിച്ചപ്പം ആദ്യം തന്നെ വിളിച്ച് ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ എനിക്ക് തന്ന മുതിർന്ന കാര്യകർത്താക്കളിൽ പപ്പേട്ടൻ്റെ സ്ഥാനം അത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. ചില അനുഭവങ്ങൾ അദ്ദേഹം നമ്മളോട് പറയും. ഇന്നതുപോലെ ഉണ്ടാവും എന്ന് പറയും, ഇന്നതുപോലെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയും. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏത് സംഘക്ഷേത്രമെന്നോ വിവിധ ക്ഷേത്രമെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും ഏത് സമയവും മാർഗദർശകനായിരുന്നു പപ്പേട്ടൻ. സീൽ എന്ന് പറഞ്ഞൊരു യാത്ര അത് സംഘടിപ്പിക്കുന്നത് ABVP നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റുഡൻസ്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലുള്ള ചില ആളുകൾ, അങ്ങനെയുള്ളവര് കേരളത്തെക്കുറിച്ച് പഠിക്കാൻ വരുന്നതാണ്. അതായത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ സംസ്കാരത്തെ കൂടുതൽ അടുത്തറിയാനും ഈ പറഞ്ഞ ഒരു ഐക്യം, അഖണ്ഡത ഇവയൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അങ്ങനെ നോർത്ത് ഈസ്റ്റിലുള്ള ത്രിപുര, അതേപോലെ ഛത്തീസ്ഗഡ്, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്ക് വന്നപ്പോൾ അത് ആലപ്പുഴ ജില്ലയിലാണ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം സംഘടിപ്പിച്ചത്, 2 വർഷം മുമ്പ്. അപ്പൊ എനിക്ക് രണ്ടാമതൊരാളെ വിളിക്കേണ്ടി വന്നില്ല. അതിന്റെ കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നേരെ വിളിച്ച് പപ്പേട്ട ഇന്നുപോലൊരു യാത്ര വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം എല്ലാ ബാക്കി തിരക്കുകളും മാറ്റി വെച്ച് അദ്ദേഹം കൂടെ വന്ന് ഓരോരുത്തരെയും ചെന്ന് കണ്ട് വ്യവസ്ഥ ചെയ്ത് ഈ കുട്ടികൾ മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് 2 ദിവസമാണ് അവരിവിടെ ഉണ്ടായിരുന്നത്. ഈ 2 ദിവസം കൊണ്ട് അവർക്കൊക്കെ ജ്യേഷ്ഠനായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. അത് അവരിപ്പോഴും വിളിക്കുമ്പോൾ പപ്പേട്ടനെ ചോദിക്കും. അപ്പൊ ഈ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എഴുതാൻ പറയാനോ കഴിയുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ കുറിച്ച്. അപ്പം പപ്പേട്ടൻ പോയി എന്ന് മാത്രം ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് എത്രയോ പേര് അദ്ദേഹത്തെ അടുത്തറിയുന്നവരെ വിളിച്ചും കാണാൻ സാധ്യതയുണ്ട്. ഒരുപാട് മനുഷ്യർ വേദനിക്കുകയാണ്. സംഘത്തിന്, പൊതുസമൂഹത്തിന് നഷ്ടപ്പെട്ടത് കേവലം ഒരു കാര്യകർത്താവിനെയോ ഒരു സഹോദരനെയോ മാത്രമായിരുന്നില്ല. സാമൂഹ്യ വിപ്ലവം തൻ്റെ സ്വഭാവത്തിലൂടെ, സംഘടനാ ശൈലിയിലൂടെ കാഴ്ചവെച്ച ഒരു വലിയ മനുഷ്യനാണ് ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സാദര പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.